കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് ഒന്ന് കണ്ടുവന്നാലോ? കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാത്രിയാവുന്നതോടുകൂടി കോഴിക്കോട് ബീച്ച് അതിൻ്റെ മുഖം വീണ്ടെടുക്കുകയാണ്. അയൽ ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ഭക്ഷണം മാത്രമല്ല. എത്ര സമയം വേണമെങ്കിലും ഇവിടെ നമുക്ക് ചെന്നിരിക്കാം എന്നുള്ളത് തന്നെ ദൂരദേശങ്ങളിൽ നിന്നും ആളുകളെ മാടി വിളിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. സൗത്ത് ബീച്ചിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഫാമിലിയായി കടന്നു വരുന്ന ആളുകളുടെ, സുറ പറയാൻ വരുന്ന യുവാക്കളുടെ, മറഞ്ഞുപോയ കാലത്തെ ഓർത്തെടുക്കാൻ വരുന്ന 50കളിലേക്ക് ഇറങ്ങിച്ചെന്ന യുവാക്കളുടെ, അങ്ങനെ എല്ലാം കൊണ്ടും ആഘോഷരാവുകൾ കോഴിക്കോടിനെ വളർത്തുകയാണ് എന്ന് പറയാതെ വയ്യ. കൂട്ടുകാരുമായി വരുന്ന ആളുകൾ ത്രോ ബോൾ ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ ആകാശത്തോണിയിലും സമയം ചിലവഴിക്കാം. ഇതുമാത്രമല്ല ഇവിടെയുള്ളത്. മരണക്കിണർ, ആകാശത്തോണി, ജാൻസ് പെൻവീൽ, സ്വിങ്സ് റൈഡുകൾ, അങ്ങനെ ഒരുപാട് കുട്ടികൾക്കും ഫാമിലിക്കും ഒത്തുചേരാവുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്പിൻ വീലുകളിൽ നമുക്ക് നല്ല നിമിഷങ്ങൾ, ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങൾ നമുക്ക് ലഭിക്കും. ഇതുപോലുള്ള പേടികൾ നമുക്ക് മാറണമെങ്കിൽ ആ പേടിയെ ഇതുപോലുള്ള നിമിഷങ്ങളിൽ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കുട്ടികൾക്ക് ജമ്പിങ് സ്വിംഗ് പോലുള്ള ഒരുപാട് റൈഡുകൾ. കുടുംബമായി നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ മുഷിപ്പിക്കാത്ത ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ടെന്ന് സാരം. കുട്ടികളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കുടുംബവുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ, ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങൾ നമുക്ക് ലഭിക്കാൻ എല്ലാവരും ആഗ്രഹമുള്ള ആളുകളാണ്. അതിനുവേണ്ടി കോഴിക്കോട് ബീച്ച് പോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു മടിയും വേണ്ട. അത് ഏത് രാത്രിയിലും നമുക്ക് പോയിരിക്കാവുന്ന ഒരിടമായി മാറുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ നാട് രാത്രികാലങ്ങളിൽ സേഫായി നടക്കാവുന്ന ഒരിടമായി മാറണം. അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും ഇവിടുത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്നുമുണ്ട്. ഇവിടുത്തെ ഭക്ഷണം പോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ മനസ്സും, ഇവിടേക്ക് കടന്നു വരുന്നവരുടെ മനസ്സും തൃപ്തിയായാൽ മാത്രമേ ആ ഒരു ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. ഇതുപോലുള്ള റൈഡുകളിൽ കയറി തലകറങ്ങി ബോധം കെട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. വലിയ ധൈര്യശാലി എന്ന് സ്വയം നടിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതുപോലുള്ള റൈഡുകളിൽ കയറാൻ മടിക്കുന്നത് നമുക്ക് കാണാം. അതിന് പ്രധാന കാരണം നമുക്കുള്ള ചില പേടികളാണ്. ചിലർക്ക് ഉയരത്തെ പേടിയാണ്. ഇതുപോലുള്ള അനവധി പേടികൾ. കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ പേടികളെ എടുത്ത് ദൂരേക്ക് കളയാനുള്ള അവസരമായി കാണുക.